ഗായ്സ്, എല്ലാവർക്കും യു ക്യാൻ ഡു ചാനലിലെ കുക്കിംഗ് സീരീസിലേക്ക് സ്വാഗതം. ഇന്ന് ഇഞ്ചിയാണല്ലേ ഫ്രണ്ടിൽ കാണുന്നത്. സാധാ ഇഞ്ചിയല്ല, മാങ്ങ ഇഞ്ചിയാണ്. നമുക്ക് മാങ്ങ ഇഞ്ചി കൊണ്ട് എന്താ ഉണ്ടാക്കാൻ പോകുന്നത് അമ്മേനോട് ചോദിക്കാം. മാങ്ങയുടെയും ഇഞ്ചിയുടെയും ഫ്ലേവർ ഉള്ളത് കൊണ്ടാണ് ഇതിന് മാങ്ങ ഇഞ്ചി എന്ന് പറയുന്നത്. ഈ മാങ്ങ ഇഞ്ചി കൊണ്ട് ഇന്ന് നമ്മളൊരു അടിപൊളി അച്ചാറാണ് ഉണ്ടാക്കാൻ പോകുന്നത്. 250 ഗ്രാം മാങ്ങ ഇഞ്ചി ഗ്രേറ്റ് ചെയ്ത് വെച്ചത്, 3 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ഉലുവപ്പൊടി, 1/2 ടീസ്പൂൺ കടുക് പൊടി, 3 വെളുത്തുള്ളി നന്നായി അരിഞ്ഞു വെച്ചത്, 3 പച്ചമുളക് അരിഞ്ഞത്, കടുക്, കറിവേപ്പില, 1 ഫുൾ നാരങ്ങയുടെ നീര്, ഉപ്പ്, മഞ്ഞൾപ്പൊടി, നല്ലെണ്ണ. ഇത്രയുമാണ് ഇതിന് വേണ്ട സാധനങ്ങൾ. ഇനി നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. ചീൻചട്ടിയിലേക്ക് നമ്മൾ 1/2 ടീസ്പൂൺ നല്ലെണ്ണ ഒഴിച്ചു. നല്ലെണ്ണയിലേക്ക് ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി ഇടുകയാണ്. ഇഞ്ചിയിൽ ഉപ്പ് പിടിക്കാൻ വേണ്ടി ഞാൻ ഇതിനകത്തൊരു കുറച്ച് ഉപ്പ് ചേർക്കുകയാണ്. ഇതിലേക്ക് ഒരു പിടി കുറച്ച് കറിവേപ്പില ഇടുന്നു. നമ്മുടെ ഇഞ്ചി ഒരുവിധം പാകമായി കഴിഞ്ഞു. അധികം വെള്ളം വറ്റുകയും വേണ്ട, അധികം കളർ മാറുകയും വേണ്ട, എന്നാൽ വേവുകയും വേണം. ഇനി ഞാനിതിങ്ങ് എടുത്തു. നമ്മുടെ ഇഞ്ചി മൂത്ത് കഴിഞ്ഞു. ഇനി ഇത് മാറ്റി വെച്ചിട്ട് നമ്മൾ ഇതിന് വേണ്ട ഗ്രേവി തയ്യാറാക്കാൻ പോവുകയാണ്. ഇനി നമ്മൾ 2 ടീസ്പൂൺ എണ്ണ, നല്ലെണ്ണ ഇതിലേക്ക് ഒഴിക്കുകയാണ്. ഇതിലേക്ക് കടുക് ഇടുകയാണ്, വെളുത്തുള്ളി ഇടുന്നു, പച്ചമുളക് ഇതിലേക്ക് ഇടുന്നു, കുറച്ച് കറിവേപ്പിലയും കൂടി, മുളക് പൊടി ഇടുന്നു, കടുകിൻ്റെ പൊടി ഇട്ടു, ഉലുവാപ്പൊടി ഇട്ടു, മഞ്ഞൾപ്പൊടി ഇട്ടു, കുറച്ച് ഉപ്പും ഇട്ടു. ഞാൻ തീ ഓഫ് ചെയ്ത് വെച്ചിരിക്കുകയാണ് കേട്ടോ. ഇനി ഇതിലേക്ക് 1 ഗ്ലാസ് വെള്ളം ഒഴിക്കുന്നു. ഞാൻ ഓഫാക്കി തീ ഓൺ ചെയ്യുന്നത് വെള്ളം ഒഴിച്ചതിന് ശേഷമാണ്. ഇനി ഇതൊന്ന് നന്നായിട്ട് തിളക്കട്ടെ. ഇപ്പോൾ ഫ്ലെയിം കൂട്ടി വെച്ചിരിക്കുകയാണ്. ഇത് തിളച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ നമ്മൾ ഈ വറുത്ത് വെച്ച മാങ്ങ ഇഞ്ചി ഇതിലേക്ക് ചേർക്കുകയാണ്. തീ ഓഫാക്കിയിട്ട് ഇതിലേക്ക് ഞാൻ എടുത്തു വെച്ച നാരങ്ങ നീര് ഒഴിക്കുകയാണ്. എന്തിനാ നാരങ്ങ ഒഴിക്കുന്നത്? വിനാഗിരിക്ക് പകരമാണ് നമ്മൾ നാരങ്ങ നീര് ചേർത്തത്. ചിലർ ഈ നാരങ്ങ നീരിന് പകരം പുളി ചേർക്കാറുണ്ട്. രാസവസ്തു ഉപയോഗിക്കേണ്ട എന്നുള്ളതാണ് അതിനകത്ത്. കാരണം ഇപ്പം നമ്മുടെ അച്ചാർ റെഡിയായി കഴിഞ്ഞു. ഈ അച്ചാർ ഇന്ന് ഉപയോഗിക്കുന്നതിനേക്കാൾ നല്ലത് ഇത് തണുക്കുമ്പോൾ കുപ്പിയിലാക്കി വെക്കുക. ഒരു 2 ദിവസം കഴിഞ്ഞിട്ട് നമ്മളെടുത്ത് ഉപയോഗിക്കുക. അപ്പം നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും. അപ്പൊ എല്ലാരും കണ്ടല്ലോ, നല്ല എളുപ്പത്തിൽ 10 മിനിറ്റിനുള്ളിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അച്ചാറാണ്. ബിഗിനേഴ്സിനൊക്കെ ട്രൈ ചെയ്യാൻ പറ്റും. എല്ലാവരും ട്രൈ ചെയ്തിട്ട് കമന്റ്സ് വഴി ഞങ്ങൾക്ക് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു തരിക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം. ചെയ്തവർക്ക് ഒരുപാട് നന്ദി. ഇനി ഇതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യാം. സോ എല്ലാവർക്കും ചെയ്യാൻ പറ്റും. യു ക്യാൻ ഡു. താങ്ക് യു.